ഹലോ ഗൈസ്. പോരാ. ഹലോ ഗൈസ്. അതെ, ഹലോ ഗൈസിന്റെ എന്റെ കുറച്ച് ആരാധകരുടെ ശല്യം കാരണം ഞാൻ ഹലോ ഗൈസ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇന്നൊരു സൺറൈസ് കാണാൻ വന്നതിന്റെ കാര്യം പറയാനുള്ളത്. നോക്കി ഒരു വിരിയാത്ത പൂവ്. ഭംഗിയുള്ള എന്തിനേയും പറിച്ചെടുക്കുക എന്നുള്ളത് മനുഷ്യരുടെ സ്ഥായിയായ സ്വഭാവമായതുകൊണ്ട് ഞാനും വിരിയാത്തൊരു പൂവിനെ പറിച്ചെടുത്തു. വേറൊന്നിനുമല്ല, വെറുതെ ഒരു പക്ഷി. കാണുന്ന എന്തിനേയും ഫോണിൽ പകർത്തുക എന്നുള്ളത് വേറൊരു സ്വഭാവമായതുകൊണ്ട് തന്നെ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പകർത്തിയെടുത്തു. വേറൊന്നിനുമല്ല, തീരം കഫേ എന്ന് പറഞ്ഞിട്ടുള്ള എൻട്രൻസിലൂടെയാണ് നമ്മൾ കയറിയത്. നോക്കത്താ ദൂരത്ത് അത്രയും കോട മൂടി കിടക്കുന്ന ഒരു സ്ഥലം. ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ചായക്ക് പുറത്ത് 10 അകത്ത് 15 ആയതുകൊണ്ട് ചായ കുടിക്കാൻ മുതിർന്നില്ല. നേരെ തൂക്കുപാലം കാണാൻ വേണ്ടി പോയി. സൂര്യൻ വരുന്നതിന് മുന്നേ അവിടെ എത്തണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. കാരണം എന്നാൽ മാത്രമേ തൂക്കുപാലത്തിലുള്ള ഈ ലൈറ്റ് കാണാൻ പറ്റുള്ളൂ. കണ്ട 2 കാക്കേനെ ഞാൻ ഏകദേശം ആ ഭാഗത്തായിട്ടാണ് സൂര്യൻ ഉദിക്കുക എന്നുള്ള എന്റെ ആധികാരികമായ നിഗമനം കേട്ട് കൂടെയുള്ളവർ പോലും ഞെട്ടി. റീൽസ് എടുക്കാൻ വേണ്ടി കുറച്ച് പട്ടിഷോ അവിടെ ഇവിടെ കിട്ടും. കാഴ്ചകൾ കണ്ട് അങ്ങനെ നടക്കുമ്പോഴാണ് ദാണ്ട് അവിടെ ഒരു ജയന്റ് വീൽ. മുൻനിരയിൽ വന്ന സംശയം മാറ്റാൻ വേണ്ടി ഗൂഗിൾ ലൊക്കേഷൻ ഇട്ടു. അത് നമ്മുടെ വണ്ടർല തന്നെയാണ്. അത് ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വണ്ടർലയുടെ പോർഷൻ കാണാൻ പറ്റും. നമ്മൾ ജയന്റ് വീലിൽ ചുറ്റുമ്പോൾ മിക്കവാറും ഈ പോർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ അവിടെ നിന്ന് എത്രയോ ജന്മമായി ആ പാട്ടിന്റെ റീൽസ് ഒക്കെ എടുത്തതിന് ശേഷം മരം കയറാൻ വേണ്ടി പോയി. മരം കയറി കഴിഞ്ഞപ്പോഴത്തേനും തൂക്കുവാലത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സൂര്യൻ ഉദിക്കുക. ഈ ലൊക്കേഷൻ വരുന്നത് വേറെ എവിടെയല്ല, കാക്കനാട് അടുത്തുള്ള കടമ്പ്രയാറാണ്. അപ്പൊ ബൈ.